ഹായ് ഫ്രണ്ട്സ്, ഈ സെൽഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് മോട്ടിവേഷനിലൂടെ ഡിസിപ്ലിനിലൂടെ മാത്രം വരുന്ന ഒന്നാണോ? അല്ല, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് സെൽഫ് ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി വന്നോളും. സോ ആദ്യം നമ്മൾ ഈ ഏരിയാസ് ക്ലിയർ ചെയ്യണം. നമ്മൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ, സെൽഫ് റെസ്പെക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും, ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ആവും, നമ്മുടെ പെർഫോമൻസ് സ്ട്രോങ് ആകും, അതിനനുസരിച്ചുള്ള റിസൾട്ടും വരും. സോ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ള ആളുകളെ ഒരുപാട് ലവ് ചെയ്യാനോ റെസ്പെക്ട് ചെയ്യാനൊക്കെ നമ്മൾ റെഡിയാണ്. ആരെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കാനും എത്ര വേണമെങ്കിലും മറ്റൊരാളെ ലവ് ചെയ്യാനും വി ആർ റെഡി ഫോർ ദാറ്റ്. ബട്ട് വി ആർ നോട്ട് ലവിങ് അവർ സെൽഫ് ആൻഡ് വി ആർ നോട്ട് റെസ്പെക്ടിങ് അവർ സെൽഫ്. ഹൂ സ്റ്റാർട്ടഡ് ടു ലവ് ദെയർ സെൽഫ്, ഹൂ സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് ദെയർ ഗ്രോത്ത് ആൻഡ് ദെയർ ഡ്രീം, ദേ വിൽ ബി സക്സസ്ഫുൾ. അങ്ങനെയുള്ള ആളുകളെ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. സ്വന്തം ഗ്രോത്തിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവര്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ആളുകൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എനിക്ക് ഗ്രോത്ത് ആവാം എന്ന് ചിന്തിക്കുന്നൊക്കെ ആളുകളാണ്, എങ്ങനെ നമുക്ക് ഗ്രോ ആവാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് മോസ്റ്റ് ഓഫ് ദം സക്സസ്ഫുൾ ആയിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സെൽഫ് റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരെ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യേണ്ടെന്നല്ല, ഫസ്റ്റ് നമ്മളെ ലവ് ചെയ്യുക, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരും കൂടെ ചെയ്യാം. സോ നമുക്കും ഗ്രോ ചെയ്യണ്ടേ? ഇതാണല്ലോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. വെറുതെ നമ്മളിങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് വന്നതല്ലല്ലോ. സോ നമുക്ക് ഗ്രോ ആവണമെങ്കിൽ ഡു ദിസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഇംപ്രൂവ്മെന്റ്. എപ്പോൾ മുതൽ നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ആവുന്നുണ്ടോ അതിനുശേഷം ക്രെഡിബിലിറ്റി ഓട്ടോമാറ്റിക്കലി വന്നോളും. സോ നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് മാത്രം യെസ് പറയുക. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ സ്വയം സ്നേഹിക്കുക. യു വിൽ ബി സക്സസ്ഫുൾ, യുവർ മൈൻഡ് വിൽ ഗ്രോ and you becoming growth stage. Okay, be happy always, enjoy the life. Bye bye.